യോശുവ അധ്യായം 16. യോസഫിൻ്റെ മക്കൾക്ക് കിട്ടിയ അവകാശം. എരിഹോവിൻ്റെ സമീപത്ത് യോർദാൻ തുടങ്ങി കിഴക്ക് എരിഹോ വെള്ളത്തിങ്കൽ മരുഭൂമിയിൽ തന്നെ തുടങ്ങി എരിഹോവിൽ നിന്ന് മലനാട് വഴിയായി ബേഥേലിലേക്ക് കയറി ബേഥേലിൽ നിന്ന് ലൂസിന് ചെന്ന് അർക്കിയരുടെ അതിരായ അതാരോത്തിന് കടന്ന് പടിഞ്ഞാറോട്ട് യഫ്ലേത്യരുടെ അതിരയിലേക്ക് താഴത്തെ ബേത് ഹോരോൻ്റെ അതിർ വരെ ഗേസർ വരെ തന്നെ ഇറങ്ങിച്ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. അങ്ങനെ യോസഫിൻ്റെ പുത്രന്മാരായ മനശ്ശെക്കും എഫ്രീമിനും അവകാശം ലഭിച്ചു. എഫ്രീമിൻ്റെ മക്കൾക്ക് കുടുംബമായി കിട്ടിയ ദേശം ഏതെന്നാൽ കിഴക്ക് അവരുടെ അവകാശത്തിൻ്റെ അതിർ മേലത്തെ ബേത് ഹോരോൻ വരെ അദേരോത്ത് അദ്ദാറായിരുന്നു. ആ അതിർ മിക് മേദാത്തിൻ്റെ വടക്കുകൂടി പടിഞ്ഞാറോട്ട് ചെന്ന് താനത്ത് ശീലോ വരെ കിഴക്കോട്ട് തിരിഞ്ഞ് അതിരിനകത്തുകൂടി യാനോഹയുടെ കിഴക്ക് കടന്ന് യാനോഹയിൽ നിന്ന് അദേരോത്തിനും നാരാത്തിനും ഇറങ്ങി എരിഹോവിൽ എത്തി യോർദാങ്കൽ അവസാനിക്കുന്നു. തപ്പൂഹയിൽ നിന്ന് ആ അതിർ പടിഞ്ഞാറോട്ട് കാനാത്തോട് വരെ ചെന്ന് സമുദ്രത്തേങ്കൽ അവസാനിക്കുന്നു. എഫ്രീം ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ ഈ അവകാശം കൂടാതെ മനശ്ശെ മക്കളുടെ അവകാശത്തിൻ്റെ ഇടയിൽ എഫ്രൈം മക്കൾക്ക് വേർതിരിച്ചു കൊടുത്ത പട്ടണങ്ങളൊക്കെയും അവയുടെ ഗ്രാമങ്ങളും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവർ ഗേസരിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ എന്നുവരെ എഫ്രൈമിന്റെ ഇടയിൽ ഊഴിയ വേല ചെയ്ത് പാർത്തു വരുന്നു.